പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് പലരും പറയുന്നൊരു കാര്യമാണ്, സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം വായിക്കുവാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാനായി പോകുന്നത്. നമ്മൾ വചനം വായിക്കുവാനായി തീരുമാനിച്ചാൽ നമ്മളൊരു മുറി അടച്ച്, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൂം അടച്ച് അകത്ത് കയറി ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ശബ്ദങ്ങളൊന്നും അകത്തേക്ക് വരാത്ത രീതിയിൽ റൂമെല്ലാം അടച്ചതിന് ശേഷം നമ്മൾ വചനം വായിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം വളരെ ശാന്തമായി നമ്മളിരിക്കണം. വളരെ ശാന്തമായിരുന്നതിന് ശേഷം നമ്മൾ വചനം വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞ, കർത്താവേ എൻ്റെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി ഒരു ഏകാഗ്ര ഹൃദയം എനിക്ക് നീ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്നിട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക. ഭയത്തോടെ ഭക്തിയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുക. എന്നിട്ട് ദൈവത്തോട് അപേക്ഷിക്കുക. 119 സങ്കീർത്തനം അതിൻ്റെ 18 ഇങ്ങനെ പറയുന്നു, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന്. അപ്പോൾ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കണം. എന്നിട്ട് ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിച്ച് നമ്മൾ ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കണം. വചനം എന്നിട്ട് നമ്മൾ വായിക്കണം. ആദ്യത്തെ ദിവസം നമ്മൾ വായിക്കുന്നത് ഒരു അധ്യായത്തിൽ നിന്ന് ഒരു 10-15 വാക്യമായിരിക്കും. ആ വചനം വായിച്ചിട്ട് ആ വചനത്തെ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കണം. എഴുതി വച്ചതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ആ വാക്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ വചനം പിന്നെയും നമ്മൾ വായിച്ച് ആ വചനത്തെ നമ്മൾ ഓർത്തെടുക്കണം ഹൃദയത്തിൽ. യോശുവയോട് യഹോവ പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ വചനം രാവും പകലും നിൻ്റെ ധ്യാനമായിരിക്കട്ടെ, അപ്പോഴാണ് നീ കൃതാർത്ഥനാവും, നിൻ്റെ ആഗ്രഹം ഒക്കെ സാധിക്കും. അപ്പോൾ ഈ വചനം വായിക്കുക. 10-15 വാക്യം വായിച്ചതിന് ശേഷം ഇത് എഴുതി വയ്ക്കുക. ഈ വചനത്തെ ധ്യാനിക്കുക, അത് ചിന്തിക്കുക. പിന്നെയും നമ്മളത് ഓർക്കുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ഈ വചനത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പിന്നെയും ഇതിനെ ഓർക്കണം. ഈ ആടിനെ കണ്ടിട്ടുണ്ടോ? പശുക്കളെ കണ്ടിട്ടില്ലേ? അവർ കഴിച്ച ഫുഡ് പിന്നെ എടുത്തിട്ട് അയവിറക്കുന്നത് കാണാം. അതുപോലെ വചനം വായിച്ചു കഴിഞ്ഞ് പിന്നെയും നമ്മളതിനെ ചിന്തിക്കണം. ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഒരു സമയം തിരഞ്ഞെടുത്ത് കൃത്യനിഷ്ഠയോടെ, അടുക്കോടെ, ചിട്ടയോടെ നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ഓരോ ദിവസം പിന്നെ 1 അധ്യായം, പിന്നെ 2 അധ്യായം, അങ്ങനെ കൂടുതൽ വായിക്കാൻ പറ്റും. അപ്പം വചനം വായിച്ചു തുടങ്ങാത്തവർ വായിക്കുക. ആദ്യം നിങ്ങൾ ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടി സങ്കീർത്തനമൊക്കെ വായിക്കുക. ഓക്കെ. അപ്പോൾ കർത്താവ് അതിനെ എല്ലാവരെയും സഹായിക്കട്ടെ. വചനം വായിക്കുക, ഡെയിലി വായിക്കുക, ഒരു സമയമെടുത്ത് ആ കറക്റ്റ് സമയത്തിന് വായിക്കുക, അടുക്കോടും ചിട്ടയോടും കൂടെ വായിക്കുക. പരിശുദ്ധാത്മാവിനെ എല്ലാവരെയും സഹായിക്കട്ടെ.